ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തമ്മിൽ കാണിച്ചത് സാഡാണ്, ഞാൻ സംസാരിക്കുന്നത് ചിരിച്ചോണാണ് അല്ലേ? ഇല്ല ഗായ്സ്, ഞാൻ സാഡ് ന്യൂസ് തന്നെ പറയാൻ പോവാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് സാഡ് ന്യൂസാണ്. ഒരു യൂസ്ഫുള്ളായ വീഡിയോ എന്ന് തോന്നി, അത് ആവശ്യമുണ്ടെന്ന് തോന്നി, അത് അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇത് പറയാൻ പോവാം. സോ എനിക്ക് കുറച്ച് മുമ്പ് കാലിന് മുട്ടിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ നിയർലി ഫ്രോം 9 to 10 months നല്ല സിവിയർ പെയിൻ ഉണ്ടായിരുന്നു. അത്രയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. സാധാരണ നമ്മൾ കുറച്ച് ഓട്ട കൂടുതലായിരുന്നു, എനിക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതലായിരുന്നു. കുട്ടികൾ, വീട്, അമ്മ ഒക്കെ ബെഡ് റിഡൻ ആയി. നിയർലി ഫ്രോം 5 years അമ്മ ബെഡ് റിഡൻ ആയി പോയിനി. അമ്മേൻ്റെ മുട്ടിന് സർജറി കഴിഞ്ഞിരുന്നു. 2 പ്രാവശ്യം ഓപ്പൺ സർജറി ആയിട്ട് ചെയ്തു. അത് ഫെയിലിയറായി മാറി. ഫെയിലിയർ അല്ല, ആക്ച്വലി നമുക്ക് അറിയില്ലായിരുന്നു. ഒരു പ്രാവശ്യം ചെയ്തു, അത് പിന്നെ കുറച്ച് 2 ആഴ്ച നടന്നു, പിന്നെ അങ്ങനെ തന്നെ ആയിട്ട് വന്നു. പിന്നെ ഒരു പ്രാവശ്യം ചെയ്തു. ലാസ്റ്റ് നമുക്ക് മനസ്സിലായി അമ്മേൻ്റെ മുട്ടിൻ്റെ ഉള്ളിലും ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മുട്ടിൻ്റെ എല്ലെന്നെ അത് എല്ലാം ഇങ്ങനെ തിന്നുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞു. അത്ര എല്ലാം നശിപ്പിക്കുന്ന ഒരു ബാക്ടീരിയ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓപ്പൺ സർജറി കൊണ്ട് ആദ്യത്തെ പോലത്തെ മുട്ട് മാറ്റി വെക്കൽ പിന്നെ ചെയ്താൽ ഇനി വരില്ലെന്ന് ഉറപ്പില്ല, ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ റോബോട്ടിക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റോബോട്ടിക്കിലേക്ക് പോയി. അങ്ങനെ ഇപ്പം അമ്മ പിത്തപ്പിത്തന്നെ എടുക്കണം. ആദ്യം സർജറി ചെയ്തത് ആക്ച്വലി എനിക്ക് തോന്നുന്നു മോള് ഒരു വയസ്സുള്ളപ്പോൾ വെരി ക്രൂഷ്യൽ ടൈം. പറഞ്ഞാൽ മോൾ ചേർത്ത് ഹോസ്പിറ്റലിൽ പൈത കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കണോ, ഫീഡിങ് ചെയ്യണോ, താഴെ കിടക്കുക കുഞ്ഞിനെ കൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് നഴ്സുമാർ വരും. നിങ്ങൾക്കറിയില്ല ഹോസ്പിറ്റൽ വാസം എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിയർലി ഫ്രം 5 years നമ്മൾ വീട് ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ കളിക്കുന്നു. സോ ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തന്നെയാണ് ഇപ്പോൾ റോബോട്ടിക് സർജറി കഴിഞ്ഞിട്ട് പിന്നെ റോബോട്ടിക് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 months ആയി. അതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് അമ്മയ്ക്ക് പോകാനുണ്ടാവും. എവറി 5th day ഹോസ്പിറ്റലിൽ പോകണോ, ചെക്കപ്പിനൊക്കെ പോകണം. എവറി 5th day, എല്ലാ ആഴ്ചയിൽ 5ാമത്തെ ദിവസം പോകണം. അത് ഹസ്ബൻഡ് കൊണ്ടുപോക്കുന്നുണ്ട് ചെക്കപ്പിനൊക്കെ. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തിരക്കുള്ള ലൈഫായതുകൊണ്ട്, നല്ല തിരക്ക്, ഭയങ്കര ബിസി അല്ല, ഒറ്റയ്ക്ക് ഞാൻ ചെയ്യുന്ന കൊണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന കൊണ്ട് അതുകൊണ്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് സെയിം പെയിൻ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തെങ്കിലും വെച്ചാൽ ശരിയാവില്ലെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പലതവണ അമ്മേനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വാ നമുക്ക് അവിടെ കോഴിക്കോട് ഡോക്ടറെ അടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അത്ര ഒന്നും നമ്മളെ കാര്യത്തിൽ നമ്മൾ അധികം ശ്രദ്ധിക്കുകയില്ല പറഞ്ഞു കേട്ടോ. വേറെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ശ്രദ്ധയാണ്. എൻ്റെ കാര്യത്തിൽ പൊതുവേ ശ്രദ്ധ കുറവാണ്. അത് എല്ലാ അമ്മമാർക്കും ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പം എനിക്ക് കുറച്ച് കൂടുതലായിപ്പോയി, അതാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത് വേദന കൂടുതലായതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടർ വാസിലെല്ലാം കാണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കാണിക്കാൻ പോയി. അന്ന് എന്നെ കണ്ടിട്ട് ചോദിച്ചു, എന്തോ നല്ല പ്രശ്നമുണ്ടല്ലോ നിങ്ങൾ കാലിന്, എന്തെങ്കിലും നമുക്ക് ഒരു എക്സ്റേ എടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനത്തിൽ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ കൈ കിട്ടുമ്പോൾ തന്നെ ഡോക്ടർ ചിരിച്ചോണ്ട് പറഞ്ഞു, ടീച്ചർ നട്ട് പോയിട്ടല്ല പോയിക്കല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ് ടു മീ. ബിക്കോസ് ഡോക്ടർ പറയുന്നത് ഇത് ആക്ച്വലി ഏജുള്ള ആൾക്കാർക്ക് വരേണ്ട ഒരു രോഗമാണ്, ഇങ്ങനെ മുട്ടിന് തൈമാനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ വന്നു ഡോക്ടർ ചോദിച്ചു. എന്ത് ചെയ്തു നിങ്ങൾ, എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്റ്റക്കായിപ്പോയി. നാച്ചുറലി നമ്മളൊരത്ര നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, നമുക്കിങ്ങനെ സംഭവിക്കുമോ എന്താകുമോ. നമ്മൾ ഓട്ടത്തിൽ ഓടുന്നെ ചെയ്യുന്നതല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ അടിക്കാനാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു ടെൻഷൻ എടുക്കാൻ. ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇത് ശരിയാവോ ഡോക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്ങനെ പറയുന്നത് നിങ്ങൾ ശരിയാവാന്ന് പറഞ്ഞിട്ട്, ശരിയായ ആരോഗ്യ രീതികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി പോവും, നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം ഞാൻ 2 weeks വേണ്ടിയിട്ടും 2 weeks മെഡിസിൻസ് തരാൻ, നമുക്ക് നോക്കാം എന്താവും നോക്കാമെന്ന് പറഞ്ഞ്. നിങ്ങളെ മുട്ടിൻ്റെ ഉള്ളിലത്തെ സിനോവിയൽ ഫ്ലൂയിഡ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്, ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാനത് ഇപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിലാണുള്ളത്. 2 weeks വരെ ടാബ്ലറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, അപ്പോഴും ഞാൻ ചിന്തിച്ചത് നമ്മൾ എപ്പോഴും നമ്മളെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ആയിട്ട് തരാം. എൻ്റെ അനുഭവം കൊണ്ടൊരു അഡ്വൈസ്, ഞാൻ അഡ്വൈസ് പറയാനുള്ള ആളല്ല.
ബട്ട് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു അഡ്വൈസ് പറയാം. എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ബി കെയർഫുൾ ഫോർ എവറിത്തിങ്. നമ്മൾ ഭയങ്കര ഓട്ടം ഓടുന്ന ലൈഫിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം, കുറച്ച് സാവധാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഭയങ്കര നമ്മൾ വിചാരിക്കും സ്പീഡിൽ ചെയ്യണം, അതെത്തണം ഇവിടെ എത്തണം, എല്ലാം ചെയ്യണം, നമ്മളെല്ലാം ചെയ്യണമെന്നല്ല, എല്ലാം ചെയ്യണം. പക്ഷെ അതിൻ്റെതായ എല്ലാത്തിനും സമയ സന്ദർഭമൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോൾ ഒരു ഫീൽ ചെയ്ത് നമുക്ക് അസുഖം ഉണ്ട്, അല്ല നമുക്ക് അങ്ങനെ ഒരു പെയിൻ ഉണ്ട്, അല്ല അങ്ങനെ ഒരു നമുക്കൊരു എന്തെങ്കിലും ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ തോന്നിയ സമയത്ത് തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. എൻ്റെ അടുത്ത് പറ്റി ഏറ്റവും വലിയ തെറ്റാണ് അതാണ്. അന്നേ ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് വേദന വരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സിവിയറൊന്നും ആവില്ലേനു. ആൾക്കാർ ആരും ചോദിക്കില്ല നിങ്ങൾക്ക് എന്താണെന്ന്. എല്ലാവർക്കും ലൈഫിൽ ബിസി ആയിരിക്കും എല്ലാവരും, അല്ലേ? നമുക്കിപ്പോൾ വേദന പറഞ്ഞാൽ നമ്മൾ തന്നെ സഹിച്ചേ പറ്റൂ. അതിനൊരു ഇപ്പോഴത്തെ കാലത്ത് ആരുടെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. തേർഡ് വൺ ഈസ് ദാറ്റ് യു ഷുഡ് ഹാവ് ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കുന്ന പറഞ്ഞാൽ, ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് നമ്മൾ കാൽസ്യമുള്ള ഫുഡ് കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻ്ററി ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും നമ്മൾ. ഇപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും ഡോക്ടേഴ്സ് കാൽസ്യം സപ്ലിമെൻ്ററി ടാബ്ലറ്റ്സ് എഴുതി തരും. അപ്പോൾ നമ്മൾ കാൽസ്യമുള്ള ഫുഡ് കഴിക്കണം. നമ്മൾ എത്ര ഇതായെങ്കിലും നമുക്കുള്ള ഫുഡ്, നമ്മൾ കാൽസ്യം ഫുഡ് നമ്മൾ എടുക്കണം. മുട്ട, പാൽ, അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കണം. നമ്മൾ എന്തെങ്കിലും കഴിക്കണം. നമുക്ക് ബോഡിയിൽ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞു വരും, അല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കേണ്ടി വരും, എന്തെങ്കിലും കഴിക്കണം. ഫോർത്ത് വൺ ഈസ് ദാറ്റ് നമ്മളെ ബോഡി വെയ്റ്റ് കുറയ്ക്കണം. ഡോക്ടർ പറഞ്ഞ് വെയ്റ്റ് നന്നായിട്ട് കുറയ്ക്കണം. റെഗുലർ എക്സസൈസ് ഇസ് വെരി എസെൻഷ്യൽ. നമുക്ക് എക്സസൈസ് ആണ് നിർബന്ധമാണ്. എക്സസൈസ് ചെയ്തേ പറ്റും നമ്മൾ. അപ്പോൾ നമ്മൾ ഓടുന്നൊക്കെ ചെയ്യുന്നു, പക്ഷേ അത് എക്സസൈസ് രൂപത്തിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റൂ. ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചു ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം. എൻ്റെ അനുഭവമല്ലേ, അതുകൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ്. നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ഘട്ടങ്ങളാകുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നില്ല. പക്ഷേ ഇത് നമുക്ക് സഡന്നെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ഹോസ്പിറ്റലിനടുത്ത് എൻ്റെ ചോദിച്ച്, കുറേ ആൾക്കാർ ചോദിച്ച് എന്നെ വിളിച്ചോല്ലേ, എനിക്കറിയില്ല, വിളിച്ചെന്ന് പറയുന്നു. അപ്പോൾ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരിക്കില്ല. ആക്ച്വലി ഞാൻ ശ്രദ്ധിക്കായിട്ടല്ല, ഞാൻ ഏതോ ഇത് കേട്ടപാട് പുറത്ത് വരുമ്പോഴേക്ക് ഫാർമസിയിലേക്ക് പോകാൻ നോക്കുമ്പോഴേക്ക് ഞാൻ ഏതോ ലോകത്തിലായിരുന്നു. സത്യാവസ്ഥ അതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ച എല്ലാ ആൾക്കാർക്കും, എനിക്ക് ചില ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പരിചയമില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കൂടി ഉള്ള സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ഞാൻ മുഖത്ത് എനിക്ക് അറിയുന്ന ആളെങ്കിൽ ഞാൻ സംസാരിച്ചെന്നെ. എനിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ എല്ലായിടത്തും സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വേണമെങ്കിൽ തോണ്ടിയിട്ട് സംസാരിക്കും, ആ ടൈപ്പിലുള്ള ക്യാരക്ടറുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങളെ ഫേസ് എനിക്ക് അറിയുന്നുണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട്സ് ആയത് അറിയില്ല, നിങ്ങളുടെ ഫേസ് അറിയില്ല, നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഐ എം റിയലി സോറി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഞാൻ ആക്ച്വലി നിങ്ങൾ സംസാരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സോറിയാണ്. പക്ഷേ നിങ്ങൾക്കുള്ള ഉത്തരം ഇതാണ്. എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് കേട്ട ഒരു ഷോക്ക് കൊണ്ടാണ് ഞാനിങ്ങനെ ഏതോ ലോകത്തിലായി പോയതാ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടായി. ഐ ഹോപ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.